ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഡോക്ടറെ കാണാൻ വേണ്ടി കയറുക കേട്ടോ. ഡോക്ടറെ കാണാൻ വേണ്ടി കയറുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നയന ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ആദർശേ, ആ കുട്ടിയുടെ ബോഡി ഭയങ്കര വീക്കാണ്. എന്താണെന്നറിയില്ല, കുറച്ച് ടെസ്റ്റുകൾക്കൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നയനയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് മേടിക്കുന്നത് അത്ര നല്ല ഐഡിയ ആയിരിക്കുമല്ലോ. ഇത്രയും വീക്കായിട്ടിരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ഇനിയും ബ്ലഡ് എടുത്താലത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ ആദർശിനെ ഊഹിക്കാമല്ലോ. എന്തായാലും നയനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് വന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ നയനയോട് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയണം, ഇല്ല ആദർശേട്ടാ, എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമോ. എന്നിട്ട് എനിക്കതിന് ബ്ലഡ് കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പം ഇത് കേട്ടോണ്ട് ഡോക്ടർ വരും കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അതെ നയനെ, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന റിസ്ക്കാന്ന് തനിക്കും അറിയാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് പറയണേ, അങ്ങനെയൊന്നും ഇല്ല ഡോക്ടറെ, എൻ്റെ ബോഡി ഒട്ടും വീക്കല്ല, ഞാൻ വീട്ടിലെ എല്ലാ പണിയും ചെയ്യാറുണ്ട്, എനിക്ക് ക്ഷീണമൊന്നും തോന്നാറില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ട് പറയാണ്, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നാണോ നയന പറയുന്നത്? അങ്ങനെയൊന്നും അല്ല. എന്തായാലും കുറച്ച് ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. എങ്കിലും ഇത് ഞങ്ങളത്ര പ്രോത്സാഹിപ്പിക്കില്ല, വേറെ ആളെ കിട്ടുവാണെങ്കിൽ ഇപ്പോഴും അത് തന്നെയായിരിക്കും നല്ല ഓപ്ഷൻ എന്ന് പറയുമോ കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജാനകീനെയും ജലജേനെയാണ്. രണ്ടുപേരും പരസ്പരം ചോദിക്കുകയാണ്, ഇടത്തിനെ കാണാൻ വേണ്ടി പോകണ്ടേ, ഇത്രയും ദിവസമായില്ലേ എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ആദർശ് ഇവിടെ വരുമ്പം ആരെങ്കിലും അവിടെ പോയി നിൽക്കാൻ വേണ്ടേ, അപ്പം നമുക്ക് അപ്പോഴത്തേക്കും പോവാം എന്ന് പറയുമ്പോഴോട്ടോ അനി അങ്ങോട്ട് കയറി വരുന്നത്. അനിയോട് ജാനകി ദേവേനയുടെ അവസ്ഥയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ബ്ലഡെല്ലാം മാറ്റണം, വലിയമ്മയുടെ ശരീരത്ത് ബ്ലഡിന് കയറ്റണം, റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ്, AB നെഗറ്റീവാ എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജലജ പറയാണ്, അല്ല എൻ്റേത് B പോസിറ്റീവാ, നെഗറ്റീവ് പോലും അല്ലായിരുന്നു ഞാൻ കൊടുക്കായിരുന്നു എന്നിങ്ങനെ പറയുമോ. അപ്പോഴേക്കും നമ്മുടെ അനി പറയുവാണ്, ഭയങ്കര അത്യാവശ്യമാണ്, കൊടുക്കാതെ പറ്റത്തില്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഒപ്പിക്കണം എന്നിങ്ങനെ പറയുമോ കേട്ടോ. അപ്പോഴത്തേക്കും മനസ്സിൽ ജലജ ചിന്തിക്കുവാണ്, ദൈവമേ അതെവിടെ നിന്നും കിട്ടാതെ അവരങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജാനകി പറയുമോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലായിടത്തും അന്വേഷിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ട്, അന്വേഷിക്കുകയൊക്കെ ചെയ്തോ, എന്തിനു പറയുന്നു, ഈ കുടുംബത്തിൽ തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുണ്ട്, പക്ഷെ കൊടുക്കാൻ തയ്യാറല്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇവർ രണ്ടും പരസ്പരം നോക്കുക കേട്ടോ. എന്നിരിക്കും അതാരാ, ഈ ഇടയ്ക്ക് കയറി വന്ന ഒരു അഹങ്കാരം പിടിച്ച അസൂയുള്ള ഒരാൾ എന്നിങ്ങനെ പറയുക കേട്ടോ. ഇനി ഇത് കേൾക്കുമ്പോഴത്തേക്കും ജാനകി പറയാം, നീ അനാമിക മോളെയാണ് ഉദ്ദേശിച്ചത്, മോള് ബ്ലഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, അത് മോളെ വിളിച്ചാൽ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ അനി പറയണം, ഒരു കാരണവുമില്ല, അവൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല, അത്ര തന്നെ, നിങ്ങൾ മരുമോളെ പറ്റി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജലജ പറയണം, എന്തായാലും ആ മരുമോൾ സ്വന്തം അമ്മായിയമ്മയ്ക്ക് പാലി വിഷം കലക്കി കൊടുത്ത മരുമോളുടെ അത്രയും കുഴപ്പക്കാരിയല്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അനി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അനി പറയുന്നുണ്ട്, നയനേച്ചി അതിന് വല്യമ്മയ്ക്കല്ലല്ലോ പാല് കൊടുത്തത് നവിക്കല്ലായിരുന്നോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൽ വിഷം വരുന്നതിന് നയനേച്ചി നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, അതെ അതൊരു കാരണമാണ്, നയനയ്ക്ക് മുമ്പേ നവിക്ക് കുഞ്ഞുണ്ടാകുന്ന അവർക്ക് തീരെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും കൊടുത്ത് എന്നിങ്ങനെ വളച്ചൊടിക്കും കേട്ടോ ജലജ. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനി പറയുകയാണ്, അതൊന്നുമല്ല, ഇവിടെ വേറെ പല സംശയങ്ങളും ഞങ്ങൾക്കുണ്ട്, അബിക്ക് അന്നത്തെ ദിവസം നവിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു, ആ സ്നേഹം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് ദേഷ്യം വരുവാണ്. ജലജ പറയാണ്, ഇനി ആരെയും കിട്ടാഞ്ഞിട്ട് എന്നെ എൻ്റെ മോൻ്റെയും തലയിലോട്ട് കൊണ്ടിടുമായിരിക്കും. അത് കഴിഞ്ഞ് ദേഷ്യം തുള്ളി അവിടെ നിന്ന് ജലജ പറയുകയാണ്, ജാനകി നീ സൂക്ഷിച്ചോ, അടുത്ത് ഇനി നിൻ്റെ മരുമോളുടെ പേരിലായിരിക്കും കൊണ്ട് ഇടാൻ പോകുന്നത്, ഇവിടെ വേറെ ആരെയും കിട്ടിയില്ലെങ്കിലും നയനയും നവിയും പുറത്താക്കാതെ എല്ലാം മറ്റുള്ളവർ തലക്കിടുന്ന പരിപാടിയാണല്ലോ ഉള്ളതെന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് കയറി പോവാട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയന ബ്ലഡെല്ലാം കൊടുക്കുവാണ്. ബ്ലഡെല്ലാം കൊടുത്തിട്ട് വെളിയിൽ വരുമ്പോഴത്തേക്കും ആദർശ് നയനയ്ക്ക് ജ്യൂസൊക്കെ മേടിച്ച് കൊടുക്കും കേട്ടോ. നയന പറയുന്നുണ്ട് ഒരെണ്ണം മതി എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ പറ്റില്ല, 2 എണ്ണം കുടിക്കണം എന്നും പറഞ്ഞ് രണ്ടാമതൊരു ABC ജ്യൂസും കൂടി ഓർഡർ ചെയ്ത് കൊടുക്കും കേട്ടോ നയനയ്ക്ക്. അതെല്ലാം കഴിയുമ്പോൾ നയനോട് പറയുന്നുണ്ട്, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ അമ്മേനെ ശപിക്കുകയോ ഒന്നും ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് കാരണമായത് അമ്മയാണെന്ന് എനിക്കറിയാം, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നീ വേദനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അമ്മയ്ക്കൊരു ശാപമായിട്ട് വരും എന്നിങ്ങനെ പറയുമോ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശമാണ് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന വേണുവിനെയാണ്. വേണു ആശുപത്രി വന്നിട്ടുണ്ട്. അപ്പം ജയൻ ഇങ്ങനെ
ICUവിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ജയനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ദേവയാനിക്ക്? ബ്ലഡ് ഒപ്പിക്കാൻ ഞാൻ കുറേ ഓടിയതാണ്, റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് എവിടെ നിന്നും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, കിട്ടി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും വേണു പറയണം, കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ എവിടുന്ന് ഒപ്പിച്ചില്ലെങ്കിൽ അനാമിക മോളോട് തന്നെ പറയാമെന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു ഞാൻ എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ഒരു പുച്ഛത്തോടെ ജയൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ബ്ലഡ് എന്തായാലും കിട്ടിയെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ വേണു പറയാണ്, ഇന്നത്തെ കാലത്ത് ബ്ലഡ് കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല എന്നെനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ദേവയാനി എവിടെ, ആദർശ് എവിടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ദേവയാനി ഇപ്പോഴും ICUവിലാണ്, ആദർശ് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്ന് ജയൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വേണു പറയാം, എന്നാൽ ഞാൻ ആദർശിനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞങ്ങ് പോവുക കേട്ടോ. പോകുന്ന സമയത്ത് പറയുകയാണ്, അല്ല അമ്മായിയമ്മയെ കിടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മരുമോള് ചെയ്ത ഓരോരോ പണികളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഒന്നും മനസ്സിലാക്കാത്ത രീതി ജയൻ ചോദിക്കുക, എന്താ ഉദ്ദേശിച്ചത് വേണു എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നയനെ കുറ്റപ്പെടുത്തി വേണു ഓരോന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, ആരെയും ഒരു തെളിവില്ല, കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, വീടിനൊരു അന്തസ്സുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് പോലീസ് കയറാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും വേണുവാണെങ്കിൽ അവരുടെ ഭാഗത്തൊരു കുഴപ്പമില്ല, അവരല്ല ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജയനോട് പറയുന്നുണ്ട്, അതിപ്പോൾ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, പോലീസ് കയറേണ്ടതാണെങ്കിൽ പോലീസിനെ കയറ്റണം, കുറ്റവാളികളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പഴിചാരൽ ചുമ്മാ ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. നേരെ ആദർശിൻ്റെ അടുത്ത് എന്നിട്ട്, ബ്ലഡ് കിട്ടിയോ? ബ്ലഡ് തന്നവർക്ക് കാശ് എത്ര വേണേലും ഞാൻ വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ബ്ലഡൊക്കെ കിട്ടി, കാശൊന്നും വേണ്ടാത്ത ആൾക്കാരാ, അങ്ങനെയുള്ള ആൾക്കാരും ഇപ്പം നാട്ടിലുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വേണു പറയാം, അത് നേരാ, അങ്ങനെ സന്മനസ്സുള്ള ആൾക്കാരും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്തത് നയനേനെ കുത്തി പറയുക കേട്ടോ. എന്നിട്ട് നയനെ നോക്കിയിട്ട് പറയാണ്, ചില ആൾക്കാർ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാ എന്ന് പറയുമ്പോഴേക്കും നയനെ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നയന പറയാം, അത് നേരാ, ചില ആൾക്കാർ വീട്ടിൽ വന്ന് കയറിയ പിന്നെയാണ് ഇങ്ങനെ ആയതെന്ന് പറയുക. അത് കേൾക്കുമ്പോഴേക്കും വേണു പറയാണ്, നീ എന്താ ഉദ്ദേശിച്ചേ? നീ നിൻ്റെ കണ്ണാടിയിൽ പോയി നോക്ക്, അപ്പം ഞാൻ ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അതേ സമയത്ത് നയന ആദർശനോട് പറയുന്നുണ്ട്, അയാളുടെ മനസ്സിൽ ഫുള്ള് വിഷമാണ്, കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കേണ്ട വർത്താനോ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, സാരമില്ല, നീ ക്ഷമിക്ക്, എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോൾ നയന പറയുന്നുണ്ട്, എങ്ങനെയാലും അമ്മയ്ക്കൊന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാം, ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അമ്മ നിന്നെ എന്തായാലും ഇന്ന് സ്നേഹിക്കും, അത് ഉറപ്പാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മലയ്ക്ക് പോകുന്നത് തന്നെ, മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകും, മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതിക്കും നമ്മുടെ ബന്ധത്തിലും അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമാവുകയാണ്. നയന പറയുകയാണ്, ആദർശേട്ടൻ്റെ അമ്മേനെ എനിക്കിപ്പോൾ മനസ്സിലാവും, ഇഷ്ടപ്പെടാത്തൊരു മരുമോള് വീട്ടിൽ കയറി വന്നതിൻ്റെ ദേഷ്യം മാത്രമേ അമ്മയ്ക്കുള്ളൂ, അല്ലാതെ അമ്മ വളരെ നല്ല സ്ത്രീ തന്നെയാണ്, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശേട്ടൻ്റെ അച്ഛനോടൊക്കെ കാണിക്കുന്ന പെരുമാറ്റം സ്നേഹവും കാണുമ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലാവും, പിന്നെ എന്തായാലും അമ്മ മാറാൻ വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കും എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ നയനേനെ ആശ്വസിപ്പിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്